ഇന്ന് നമുക്ക് നോക്കാം ആരാണ് നിങ്ങളെക്കുറിച്ച് ഈ ഒരു സമയം ഗാഢമായി ചിന്തിക്കുന്നത്? അല്ലെങ്കിൽ ആരുടെ ചിന്തകളിലാണ് ഇപ്പോൾ നിങ്ങളുള്ളതെന്നറിയാം. നമുക്ക് ഓരോ കാർഡ് കൂടി എടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റി തന്നിട്ടുള്ള ഒരു പേഴ്സണെയാണ്. ഒരു കാലത്ത് ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് ഒരുപാട് പ്രയോറിറ്റി തന്നിട്ടുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളായിരുന്നു അവരുടെ ലോകം എന്ന് തന്നെ വിചാരിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരു സിറ്റുവേഷനിൽ ഈ ഒരു പേഴ്സൺ മറ്റൊരു ചോയ്സിലേക്ക് പോയതായിട്ട് തന്നെ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ആ ഒരു വ്യക്തി മറ്റൊരു മാർഗ്ഗം ചൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനായിരിക്കാം കൂടുതൽ ഒരു പ്രിഫറൻസ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ കറൻ്റ്ലി ഇവർ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയാണ്. തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ഇതിലൊരുപാടൊരു റിഗ്രറ്റ് ഉള്ളതായിട്ട് നമുക്ക് കാണാം. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു വിഷമത്തോടെയാണ് അവരിപ്പോൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്നുള്ളതാണ്. ഈ ഒരു സമയം അവർ നിങ്ങളുടെ സ്നേഹം തിരിച്ച് കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അവർക്ക് നിങ്ങളോട് തോന്നുന്നതായിട്ട് തന്നെ നമുക്കിവിടെ കാണാം. അപ്പോൾ അവരാണ് നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഓവറോളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ തിരഞ്ഞെടുത്തത് ഒരു റോങ് ചോയ്സ് ആയിപ്പോയി, അല്ലെങ്കിൽ എടുത്ത തീരുമാനം തെറ്റായിപ്പോയി എന്ന് കരുതുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ അതുപോലെയുള്ള ഒരു വ്യക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് തിരിച്ചു വരാനായിട്ട് നിങ്ങളും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് റീകൺസിലിയേഷൻ ആൻഡ് ബോണ്ടിങ്ങിനായിട്ട് നിങ്ങൾ ക്ലെയിം ചെയ്യുക.